സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒരിക്കൽ പോലും യൂറോപ്യൻ കോളനൈസേഷന് കീഴിലാകാത്ത ഏക രാജ്യം. പുരാതനമായ ബുദ്ധമത പാരമ്പര്യവും ആധുനികമായ ജീവിത രീതിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന ഈ രാജ്യം 1939 സയാം എന്ന പേര് മാറ്റി സ്വതന്ത്രരുടെ നാട് എന്ന അർത്ഥം വരുന്ന മറ്റൊരു പേര് സ്വീകരിച്ചു: തായ്ലാൻഡ്. കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഫ്ലൈറ്റ് കയറി ബാങ്കോക്ക് ഇറങ്ങി നേരെ പട്ടായ. പട്ടായയിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് തിരിച്ച് ബാങ്കോക്ക്, അവിടെ നിന്ന് നേരെ ഫുക്കറ്റ്, പിന്നെ ക്രാബി, ശേഷം തിരിച്ച് നാട്ടിലോട്ട്. 8 രാത്രികളും 9 പകലുകളുമാണ് ഞങ്ങൾ തായ്ലാൻഡിലുള്ളത്. 9 ദിവസം ആയതുകൊണ്ട് തന്നെ മൊത്തം തായ്ലാൻഡ് വിശേഷങ്ങൾ ഒറ്റ വീഡിയോയിൽ കാണിക്കുന്നത് അല്പം ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 3 or 4 എപ്പിസോഡ്സ് ആക്കി കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കടക്കാം. ബാങ്കോക്ക് ഈ നഗരം മറ്റൊരു ലോകം തന്നെയാണ്. ഓരോ തെരുവുകളിലും ആകാശം മുട്ടി നിൽക്കുന്ന വലിയ കെട്ടിടം. അതേ തെരുവുകളിൽ രാത്രിയിൽ നിയോൺ ബോർഡുകളും സ്ട്രീറ്റ് ഫുഡും നൈറ്റ് ക്ലബ്സും കൊണ്ട് സജീവമാണ്. ഒപ്പം പട്ടായയിലെ രാത്രിയിലെ ബീച്ച് വൈബ്. അതേസമയം സൗത്ത് ഐലാൻഡിൽ ഇതേ വൈബോട് കൂടെ മറ്റൊരു സംഭവം കൂടെ കിട്ടും: സമാധാനം. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി തായ്ലാൻഡിലെ ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സമാധാനം, അതിവിടെ വന്ന് തന്നെ മനസ്സിലാക്കും. ഇനി ഈ യാത്രയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഫുക്കറ്റ്. പച്ച കലർന്ന നീലക്കടലുകളാൽ ചുറ്റപ്പെട്ട ചെറിയ വലിയ ഐലൻഡ്. അവിടെ നിന്ന് കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കടലിലൂടെ മറ്റു പല ഐലൻഡിലേക്കുള്ള യാത്ര. അതെ, മായാബേ ഫിഫി ഐലൻഡ്സ്. ശേഷം അല്പം കൂടെ സമാധാനവും ശാന്തിയും തേടി ക്രാബി എന്ന മറ്റൊരു ഐലൻഡിലേക്ക്. ഒരു കാര്യം കൂടെ, ചില യാത്രകൾ വെറും കാഴ്ചകൾ മാത്രമല്ല, അത് നമ്മെ മറ്റൊരു ലോകത്തേക്ക് തന്നെ കൊണ്ടുപോകും. അത്തരം ഒരു ലോകത്തേക്ക് എന്നെയും എൻ്റെ കൂട്ടുകാരെയും കൊണ്ടുപോയ യാത്രയാണ് തായ്ലാൻഡ്. ഒരുപക്ഷെ എല്ലാ ചെറുപ്പക്കാരെയും പോലെ തന്നെ കൂട്ടുകാരുടെ ഒത്ത് തായ്ലാൻഡ് യാത്രയാണ് സ്വന്തം. അതിൻ്റേതോടെ അർജുൻ, സഞ്ജീവ്, അഭിജിത്ത്, ആര്യൻ, ഗൗരി, അനുരാഗ്, പിന്നെ ഞങ്ങൾ 7 പേരും ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളിൽ ഈ മുഖങ്ങളായിരിക്കും നിങ്ങൾ കാണുക. ഈ യാത്ര പ്ലാൻ ചെയ്തല്ലാണ്ട് ഇത് നടക്കുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. പക്ഷേ ഇന്ന് ഇവരോടൊപ്പം ഈ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട്. ഈ യാത്രയിൽ ഞാൻ ഏരിയൽ മല്ലു എന്ന യൂട്യൂബർ ആയിരിക്കില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊപ്പം ആയതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ സ്വന്തം അക്ഷയ് മാത്രമായിരിക്കും. നമസ്കാരം, ഞാൻ അക്ഷയ്. പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്ന തായ്ലാൻഡിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.